കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബേസിക്സ് പറഞ്ഞു നിർത്തിയപ്പോൾ അവസാനം ഈ കാര്യങ്ങൾ സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, കാരണ ശരീരം പറഞ്ഞു. ജീവാത്മാവ്, പരമാത്മാവിന്റെ ഇതെല്ലാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. എന്നിട്ട് നമ്മൾ ഓരോ ഇത് ചോദിച്ചായിരുന്നു. ഈ നമ്മൾ എങ്ങനെയാണ് കർമ്മയോഗത്തിൽ ചെയ്യേണ്ടത്, നമ്മുടെ മോക്ഷത്തിലോട്ട് പോകേണ്ടത് എങ്ങനെയാണെന്നൊക്കെ പറയായിരുന്നു. അപ്പൊ ഞാൻ ഒരു ചോദ്യം ചോദിച്ചായിരുന്നു, ബുദ്ധിയും ആ, വിവേകവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഞാൻ ചോദിച്ചായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. ബുദ്ധി എന്താണ്, വിവേകം എന്താണെന്ന് പറയാൻ കഴിയുമോ? ഞാൻ ചിന്തിച്ചു നോക്കിയായിരുന്നു. ലയ ചേച്ചി ഉണ്ടായിരുന്നോ കഴിഞ്ഞ ക്ലാസ്സിൽ? ലയ ചേച്ചി കേൾക്കാമോ? മ്യൂട്ട്. മ്യൂട്ട്. ഇപ്പൊ മാറി. ഉം. ബുദ്ധിയും ഉം. വിവേകവും തമ്മിലുള്ള വ്യത്യാസം അറിയാമോ? ബുദ്ധി എന്ന് പറയുന്നത് നമ്മളെ കൊണ്ട് അവലോകനം ചെയ്യാനുള്ള ശക്തിയല്ലേ ആ, ബുദ്ധി. നമ്മുടെ ചിന്തകളെ ശരിയായ രീതിയിൽ അതിനൊരു തീരുമാനം എത്തിക്കുന്നത് ശരി. ഇല്ലയോ ആ, ബുദ്ധി. ഓ, എന്നിട്ട് പിന്നെ വിവേകം. വിവേകം എന്ന് പറയുന്നത് അതിനെ നമ്മള് ശരിയായ രീതിയിൽ പ്രയോഗിക്കുക. നമുക്ക് ബുദ്ധിന്ന് കിട്ടുന്ന മറുപടി, നമുക്കൊരു വിവരം കിട്ടുമല്ലോ, ഒരു പോസിറ്റീവോ ഒരു നെഗറ്റീവോ നമുക്ക് കിട്ടുമല്ലോ. ആ പോസിറ്റീവോ നെഗറ്റീവോ അത് ഏതാണെന്ന് നമ്മൾ സ്വയം അവലോകനം ചെയ്ത് പ്രവർത്തിക്കുക. അതല്ലയോ വിവേകം എന്ന് പറയുന്നത്. ശരിയായ രീതിയിൽ നമുക്ക് കിട്ടുന്ന തീരുമാനത്തിനെ വീണ്ടും അവലോകനം ചെയ്യണം, ശരിയായ രീതിയിൽ പ്രയോഗിക്കുക. നമുക്കൊരു പോസിറ്റീവാ നെഗറ്റീവാ എന്തോ കിട്ടുന്നതെന്ന് വെച്ചാല് ആ കിട്ടുന്ന കാര്യത്തിനെ നമ്മുടെ മനസ്സിൽ ഇട്ട് ഒന്നുകൂടെ ചിന്തിച്ച് ശരിയായത് ഏതെന്ന് തോന്നുന്നത് പ്രവർത്തിക്കുന്നതല്ലേ വിവേകം. ചന്ദ്രലേക്ക് എന്ത് തോന്നുന്നു? ബുദ്ധിയും വിവേകവും എങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്? വിവേകം എന്ന് പറഞ്ഞാല് നമ്മള് ആലോചിച്ചെടുത്ത് ചിന്തിച്ചിട്ട് ശാന്തമായിട്ട് സിറ്റുവേഷൻ അനുസരിച്ച് പെരുമാറുന്നതാണ് വിവേകം. അങ്ങനെ ബുദ്ധിയോ? തിരിച്ചറിവാണ് വിവേകം. തിരിച്ചറിവ്. തിരിച്ചറിവല്ലേ വിവേകം. അതെ, നമുക്കിങ്ങനെ പറയാം. നല്ലൊരു ക്ലാരിറ്റി വേണം. നമുക്കിപ്പം നമ്മൾ പലത് പറയുന്നുണ്ടല്ലോ. നമുക്ക് ഇന്നതാണ് ബുദ്ധി, ഇന്നതാണ് വിവേകം എന്നുള്ള ഒരു ക്ലാരിറ്റിയോട് പറയാം. നമുക്ക് പലതും പറയാം. പക്ഷെ എന്താണ് ഇതിന്റെ ശരിക്കും അത് അതുകൊണ്ടാണ് നമുക്ക് ഈ പറയുന്നതെന്ന് തെറ്റൊന്നും ഒരിക്കലും പറയാൻ പറ്റത്തില്ല. പക്ഷെ എന്നാലും ഒരു അല്ല, ക്ലാരിറ്റി വരുന്നില്ല. നേരത്തെ എനിക്കത് അത് ഞാൻ മനസ്സിലാക്കി വെച്ചിരുന്നായിരുന്നു, പക്ഷെ ഇപ്പം പെട്ടെന്ന് ചോദിച്ചപ്പോ ഇത് വരുന്നില്ല. വിവേകം എന്ന് പറയുന്നത് ചന്ദ്രലേഖ എന്തോ പറയുന്നത്? വിവേകത്തിന്റെ ബുദ്ധിയുടെ കാര്യം പറഞ്ഞു. വിവേകവും വിവേകത്തോടെ പെരുമാറണമെന്ന് വിചാരിക്കും, പക്ഷെ ചിലപ്പോ നടക്കാറില്ല. അതെന്താണ് ഈ വിവേകം എന്ന് വെച്ചാൽ നമ്മൾ ഈ വിവേകത്തോട് പെരുമാറണം വിചാരിക്കുന്നത്? എന്താണ് ഈ വിവേകം, എന്താണ് ബുദ്ധി? നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ ഇതിനെ തിരിച്ചറിയണം. വിവേകം എന്ന് പറഞ്ഞാല് നമ്മള് പരമാത്മാവിന്റെ ഒരു ഭാഗമാണ്, അതിന്റെ ഭാഗമാണെന്ന് എപ്പോഴും ചിന്തിച്ചുകൊണ്ട് എപ്പോഴും ലൈഫ് ലീഡ് ചെയ്യുന്ന ഒരു മനുഷ്യർക്കാണ് വിവേകമുള്ളത്. അവരെപ്പോഴും ഒരേപോലെ എല്ലാ സമചിത്തതയോടെ എല്ലാത്തിനെയും സമീപിക്കും. അതാണ് വിവേകം. ബുദ്ധി എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഗ്രഹിക്കുന്നതാണ് ബുദ്ധി. ഓക്കെ, ഇത് നമുക്ക് പറയാം. ഓരോരുത്തരുടെയും ഞാൻ ചോദിക്കാം. അശ്വതി എന്തോ മനസ്സിലാക്കിയിരിക്കുന്നേ? ഞാൻ കാര്യം ചോദിക്കട്ടെ, കർമ്മങ്ങൾ ഈശ്വരനിൽ അർപ്പിച്ച് ചെയ്യുന്നതാണോ? അത് സമർപ്പണം. അത് സമർപ്പണം. കർമ്മയോഗത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. നമ്മൾ അതിനെ കുറിച്ചല്ലല്ലോ പറഞ്ഞത്. ഈ ബുദ്ധിയും വിവേകവും നമ്മുടെ ലൈഫിൽ നമ്മൾ ചിന്തിക്കുക അത് എന്താണ് നമുക്ക് ആ ഒരു ക്ലാരിറ്റി കൊണ്ടുവരുന്നതിനാ ചോദിക്കുന്നത്. അശ്വതിക്ക് എന്ന് പറയാം.
വിവേകം എന്ന് പറഞ്ഞാൽ ഏഹ്, നമ്മളെ ചിന്തിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതായിരിക്കും വിവേകം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ. ബുദ്ധിയോ? ബുദ്ധി എന്ന് പറഞ്ഞാൽ മനസ്സും ബുദ്ധിയും രണ്ടാണോ സാറേ? എനിക്ക് ഭയങ്കര ഓക്കെ, കൺഫ്യൂഷനാണ്. അതൊക്കെ എനിക്ക് ശരി, ഓക്കെ. ചോദിച്ചാ ലത കുഞ്ഞമ്മ എന്തോ പറയാ, എന്തോ വിചാരിക്കുന്നു? ബുദ്ധി എന്താണ്, വിവേകം എന്താണ്? കേൾക്കുന്നില്ലെന്ന് തോന്നുന്നു. മഞ്ജു. അത് അല്ല, ഈ ബുദ്ധി തന്നെ അല്ല, വിവേകം പറഞ്ഞ സത്യവും അസത്യവും തമ്മിൽ തിരിച്ചറിയാനുള്ള കഴിവ്. ഏതാണ് അനശ്വരം എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് നിൽക്കുന്നത്, ഏതാണ് ശാശ്വതം, ഏതാണ് അനശ്വരം, ഏതാണ് നശ്വരം എന്ന് പറഞ്ഞാൽ നശിക്കാത്തത് ഏത്, എപ്പോഴും സത്തായിട്ട് നിലനിൽക്കുന്നത് ഏതാണ്, അസത്യമായിട്ട് നിൽക്കുന്നത് ഏതാണെന്ന് തിരിച്ചറിയാനുള്ള കഴിവിനാണ് വിവേകം എന്ന് പറയുന്നത്. മറ്റേത് ബുദ്ധി, ഈ വികാര മനസ്സിലും എടുക്കുന്നതും ബുദ്ധിയുണ്ട്, വിവേകത്തോടെ ചെയ്യുന്നതും അതും ബുദ്ധിയുടെ ഭാഗമല്ലേ രണ്ടും. നമ്മുടെ വികാര നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് വികാര ബുദ്ധി, ബുദ്ധി എന്ന് പറയത്തില്ലേ, വിവേകം എന്നുള്ളത് രണ്ട് ആസ്പെക്ട് ഉണ്ട്. അത് നമ്മൾ ഈ ആ ജീവിതത്തിൽ എങ്ങനെയാണ് പെട്ടെന്ന് അതിനെ വികാരത്തിന് തിരിച്ചറിയുന്നതെന്നാ ചെയ്യാം. ആ ചോദിക്കുന്നത്. എല്ലാരും പറഞ്ഞതൊക്കെ ശരി തന്നെ. നമുക്ക് സമാധാനം. പക്ഷെ ഒരു ക്ലാരിറ്റി ആയിട്ടില്ലെന്ന് പറയുക. അല്ലാതെ കുഞ്ഞമ്മ വല്ലതും കേട്ടിട്ടുണ്ടോ? കേൾക്കാൻ പറ്റുന്നത് ഇപ്പൊ യാത്രയിലാണെന്ന് പറഞ്ഞു. ആ വികാരത്തിലെടുക്കുന്ന തീരുമാനങ്ങൾ അത് വികാരത്തോടല്ല, മീൻസ് പെട്ടെന്ന് ഇമോഷണൽ മൈൻഡിൽ കൂടെ എടുക്കുന്നത്, അത് വികാരത്തിലെടുക്കുന്നതും, മറ്റേത് എന്താണ് പറയുന്നത്, വിവേകത്തിലെടുക്കുന്നതെന്ന് പറഞ്ഞാൽ അതിന്റെ ശരിക്കുള്ള കാര്യം ഗ്രഹിച്ചിട്ട് എടുക്കുന്നതാണ് വിവേകത്തിലുള്ള ശരി, ശരി. വിവേകം. തുടങ്ങിയിട്ട് ഞാൻ ചോദിച്ചല്ലോ, ഈ അന്ധകരണം എന്ന് പറഞ്ഞാൽ മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം ഇല്ലേ? എല്ലാവർക്കും അറിയാമല്ലോ. അന്ധകരണം എന്ന് പറഞ്ഞാൽ അപ്പൊ ഈ അന്ധകരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ നാല് കാര്യങ്ങളും എന്താണ്? എന്റെ ചിന്തകളല്ലേ? മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം, ഇത് നാലും ചിന്തകളാ. ഞാനെന്ന ഭാവചിന്തകള് അഹങ്കാരം, ഈ ഓർമ്മ ചിന്തകള് എന്റെ മെമ്മറി, മനസ്സും ബുദ്ധിയും. പിന്നെ ഉള്ളത് രണ്ടും മനസ്സും ബുദ്ധിയാ. ഈ മനസ്സെന്താണ്, ബുദ്ധി എന്താണ്? നമ്മൾ ഈ അന്ധകരണം പറഞ്ഞപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതാ. മനസ്സെന്താണ്, ബുദ്ധി എന്താണ്? മനസ്സ് നമ്മളിൽ ഉണ്ടാകുന്ന ചിന്തകളുടെ എല്ലാം ചിന്തകളാ. ചിന്തകളല്ലേ? എല്ലാം ചിന്തകളാ. ആ പക്ഷെ മനസ്സെന്ന് ഒരു പാർട്ടിനെ മനസ്സെന്ന് എല്ലാം പറയുന്നു. ചിന്തകളാ. പക്ഷെ നമ്മുടെ ശരിക്കും വ്യക്തമായിട്ട് വിട്ടുവിട്ട് കേൾക്കുന്നു. ഇന്ദ്രിയങ്ങളിലൂടെ വരുന്ന കാര്യങ്ങള് നമ്മള് മനസ്സിലല്ലേ സ്വീകരിക്കുന്നത്. അതെ, ഞാൻ പറഞ്ഞു മനസ്സ്, ബുദ്ധി, ഈ ചിത്തം, അഹങ്കാരം പറഞ്ഞു. മനസ്സും ബുദ്ധിയും തമ്മിൽ ഞാൻ അന്ന് ഒരു കാര്യം പറഞ്ഞായിരുന്നു. മനസ്സെന്താണ്, ബുദ്ധി എന്താണെന്നും ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നില്ല. മനസ്സും ഞാൻ പറഞ്ഞല്ലോ, മനസ്സ് വികാരവും ബുദ്ധി വിചാരവും. ഓർക്കുന്നുണ്ടോ? മനസ്സെന്ന് പറഞ്ഞാൽ അതിന് മൈൻഡ്, മനസ്സ് വെച്ചാൽ മൈൻഡ് എന്ന് പറയാം. അത് എമോഷണൽ മൈൻഡ്, എൻ്റെ വികാരങ്ങളുടെ അങ്ങനെയുള്ള ചിന്തകളെ പറയുന്നതാണ് മനസ്സ്. എൻ്റെ ഏത് ടൈപ്പിലുള്ള വികാരങ്ങളും ആ ചിന്തകളെ പറയുന്നത് മനസ്സെന്ന. ദേഷ്യം വരും, വിഷമം വരും, അസൂയ വരും, പിന്നെ നമുക്ക് നീരസം തോന്നും, ഇല്ലേ? വെറുപ്പ് തോന്നും, പ്രതികാരം തോന്നും, നമുക്ക് കാരുണ്യം തോന്നും, ദയ തോന്നും. നമ്മുടെ ഓരോരോ ഓരോരോ ചിന്തകളാണ്. ഈ വികാരങ്ങളെ പറയുന്നതാണ് മനസ്സ്. വികാരം, എമോഷൻസ്. എൻ്റെ എമോഷൻസ് ആണ് എൻ്റെ മനസ്സെന്ന് പറയുന്നത്. നമ്മൾ മലയാളത്തിൽ മനസ്സെന്ന് പറയുക. ഈ ചിന്തകളാണ് എല്ലാം. പക്ഷെ വികാരത്തിൽ കൂടെ വരുന്ന ചിന്തകളെ
അത് എമോഷണൽ മൈൻഡ്, നമ്മൾ മനസ്സെന്ന് പറയും, അതാ മനസ്സ്. പക്ഷെ ബുദ്ധിയോ അതും വേറെ ടൈപ്പ് ചിന്തകളാ. ഇത് വികാര ചിന്തകൾ. ബുദ്ധി എങ്ങനെയുള്ള ഞാൻ പറയേ വിചാരം. ഇപ്പൊ ഞാനന്ന് വിചാരിച്ചു നോക്കിയപ്പോൾ നമ്മൾ ഏതെങ്കിലും ജോലികൾ ചെയ്യുന്ന ലൈഫിൽ നമ്മൾ എന്തെല്ലാം ഡെയിലി നമ്മൾ ഓരോന്നും അതിനെക്കുറിച്ച് എങ്ങനെ ചെയ്യണം നമ്മൾ ഒന്ന് ആലോചിക്കും, ഒന്ന് അനലൈസ് ചെയ്യും. ഇങ്ങനെ ചെയ്യണോ അങ്ങനെ ചെയ്യണോ, നമ്മൾ ഇങ്ങനെയൊക്കെ ഒന്ന് അനലൈസ് ചെയ്യും, അതിനെ വിശകലനം ചെയ്യും. ഒരു ജോലി ചെയ്യുന്നതിന് മുമ്പ് എങ്ങനെ ചെയ്താൽ ശരിയാവും, എന്തോ ഇവിടെ എങ്ങനെ ഞാൻ അവിടെ പോകണോ ഇവിടെ പോകണോ, ഇത് ചെയ്താൽ എനിക്ക് നമ്മൾ എങ്ങനെ ഒന്ന് അനലൈസ് ചെയ്യും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ്. അനലിറ്റിക്കൽ തോട്ട്സ്. മറ്റേത് എമോഷണൽ തോട്ട്സ്. മൈൻഡ് എന്ന് പറയുന്നത് എമോഷണൽ തോട്ട്സ്, എമോഷണൽ മൈൻഡ്. ഇതോ അനലിറ്റിക്കൽ തോട്ട്സ്. അനലിറ്റിക്കൽ തോട്ട്സ്. ഇവിടെ ഇതിനെ മൈൻഡ് എന്ന് പറയത്തില്ല, മനസ്സെന്ന് പറയത്തില്ല. എൻ്റെ തോട്ട്സ് ആണ്. എൻ്റെ വികാരവും ഒരു ടൈപ്പ് തോട്ട്സാണ്. അതിനെ പറയുന്ന ആ എമോഷണൽ ആ ചിന്തകളെ പറയുന്നത് മനസ്സ്. ശാസ്ത്രത്തിൽ നമ്മൾ മലയാളത്തിൽ എല്ലാത്തിനെയും ചേർത്ത് ഈ 4 വെറൈറ്റിയും എൻ്റെ മനസ്സെന്നാ പറയുന്നത്. എൻ്റെ മനസ്സ്. അതിനകത്ത് ചിന്തകൾ വരും, എൻ്റെ മനസ്സ് വികാരം വരും, എൻ്റെ ബുദ്ധി വരും. എന്നുവെച്ചാൽ വികാരം വെച്ചാൽ മനസ്സ് വരും, ബുദ്ധി വരും, ചിത്തം വരും, എൻ്റെ ഓർമ്മ വരും, എൻ്റെ അഹങ്കാരം, ഞാനെന്ന ഭാവം, ഇതിനെല്ലാം ചേർത്ത് നമ്മൾ മനസ്സെന്നങ്ങ് പറയുക കോമൺ ആയിട്ട്. അതേസമയത്ത് ശാസ്ത്രത്തിൽ ഇതിനെ വ്യക്തമായിട്ട് തിരിച്ചിട്ടുണ്ട്. മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം. അപ്പം മനസ്സെന്ന് പറയുന്നത് എമോഷൻസ് ആണ്, എമോഷണൽ തോട്ട്സ്. അതിനെ എമോഷണൽ മൈൻഡ് എന്ന് പറയും. മൈൻഡ്. അനലിറ്റിക്കൽ തോട്ട്സ്, അതാണ് ബുദ്ധി. ഒരു കർമ്മം ചെയ്യുന്നതിന് ഞാൻ അനലൈസ് ചെയ്യുന്നു. അനലൈസ് ചെയ്തിട്ടാണ് എങ്ങനെ അതിനെ വിചാരം ചെയ്യാന്ന് പറയും. എനിക്ക് എന്തെങ്കിലും ഒരു സമയത്ത് എനിക്ക് ദേഷ്യം വരുന്നു, എനിക്ക് അയാൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കത് കേട്ടപ്പോൾ എനിക്ക് അങ്ങ് വിചാരം വന്നെന്ന് പറയുമോ വികാരം വന്നെന്ന് പറയുമോ? നമ്മൾ ഒരാളെ എന്നെ ചീത്ത പറയുന്നു, എനിക്ക് വേണ്ട അയാൾ ഇങ്ങനെ ഒന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് അങ്ങ് വിചാരം വന്നു, അങ്ങനെ നമ്മൾ പറയത്തില്ല. എനിക്ക് അതുകൊണ്ട് എൻ്റെ വികാരം തിളച്ചു മറിഞ്ഞെന്നാ പറയുന്നത്. വികാരിച്ചാൽ എനിക്ക് ദേഷ്യ ചിന്തകൾ കൂടുന്നു. അവിടെ വിചാരം നമ്മൾ യൂസ് ചെയ്തില്ല. നമ്മൾ എന്തെങ്കിലും ഒരു കർമ്മം ചെയ്യാൻ പോകുമ്പോൾ ഞാൻ വികാരിച്ചു നോക്കിയപ്പോൾ എന്ന് പറയുമോ? വികാരിച്ചു നോക്കിയപ്പോൾ, വിചാരിച്ചു നോക്കിയപ്പോൾ എന്നേ പറയത്തുള്ളൂ. വിചാരം വികാരം രണ്ടും രണ്ടാ. മനസ്സ് ഒന്ന്, ബുദ്ധി. എൻ്റെ വികാരം മനസ്സും വിചാരം ബുദ്ധിയും. ഇതാണ് മനസ്സും ബുദ്ധിയും തമ്മിലുള്ള വ്യത്യാസം. ഇത് ബുദ്ധി. ഒരു കർമ്മം ചെയ്യുന്നതിന് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുക, ഏതാണ് എനിക്ക് സൂട്ടബിൾ ആയിട്ട്, ഏതാണ് ഈ നമ്മൾ ധർമ്മപരമായി, നമ്മൾക്ക് ഒരു ധർമ്മത്തിന്റെ കൺസെപ്റ്റ് ഉണ്ട്. ഇതൊക്കെ ശരിയല്ല, ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ ശരികളുണ്ട്. ഈ ധർമ്മത്തിനെ കുറിച്ച് എനിക്കൊരു ശരിയുണ്ട്, ഓരോരുത്തർക്കും ഓരോ ശരികളുണ്ട്. അത് ധർമ്മം അല്ലെങ്കിൽ ദൈവത്തിന് നിരക്കുന്നതാണെന്നുള്ളൊരു തോന്നലുണ്ട്. ഞാൻ ദൈവത്തിന് നിരക്കാണെന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നത് വേറൊരാൾക്ക് അയ്യോ അയാൾ ദൈവത്തിന് നിരക്കാത്തതാണെന്നും പറയും. പക്ഷെ എൻ്റെ വിചാരം എന്തുവാ? ഞാൻ ദൈവത്തിന് നിരക്കുന്നത്, അതിനെയാണ് നമ്മൾ ഇങ്ങനെ പറയുന്നത്. വേറൊരാൾക്ക് ഞാൻ ദൈവത്തിന് ഉതകുന്ന പ്രവർത്തിയാ ചെയ്യുന്നു പറയുമ്പോൾ വേറൊരാൾക്ക് തോന്നുന്നു അത് ഇയാളെന്തൊരു വിവരക്കേട്, ദൈവദോഷമാണ് ചെയ്ത് കൂട്ടുന്നതെന്ന് വേറൊരാൾ ചിന്തിക്കും. അപ്പോൾ ഓരോരുത്തരും ഞാൻ ദൈവത്തിൻ്റെ എന്നൊക്കെ പറഞ്ഞിട്ട് വിചാരം ചെയ്യുന്നുണ്ട്. അത് ബുദ്ധി. മെമ്മറിയും പറഞ്ഞു, ചിത്തവും പറഞ്ഞു, അഹങ്കാരവും പറഞ്ഞു. അപ്പൊ ഇവിടെ ബുദ്ധി മനസ്സിലായല്ലോ. വിചാരം ചെയ്ത് നോക്കി, ഞാൻ അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ ഒരു കർമ്മത്തിനെ ചെയ്യുന്ന കർമ്മത്തിന്റെ പുറയിലുള്ള ചിന്തകളാണ് വിചാരം അല്ലെങ്കിൽ ബുദ്ധി. പക്ഷെ ഈ ബുദ്ധി ശരിക്കും വിവേകബുദ്ധി ആയിരിക്കണം. നമ്മൾ ഈ മനസ്സ് വിവേകബുദ്ധി എന്നാ സാധാരണ രണ്ടും ബുദ്ധിയും വിവേകബുദ്ധിയും വ്യത്യാസമാണ്. അതാണ് ബുദ്ധിയും വിവേകവും. ബുദ്ധിയും വിവേകവും രണ്ടുകൂടെ ചേർന്ന് വേണം നമ്മൾ പ്രവർത്തിക്കാൻ. അപ്പം ഇത് വിവേകം, അത് നമ്മളെ കുറിച്ച് പറയാം. ഇപ്പം നമ്മളിപ്പോൾ യൂഷ്വലായിട്ട് ചെയ്യാം. അപ്പം ഈ വിവേകം എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. നമ്മൾ വിവേകത്തിലാണോ ചെയ്തത് എന്ന് നമ്മൾ ഒരു കർമ്മം ചെയ്യുന്നു, അത് വിവേകത്തിലാണോ എന്ന് എങ്ങനെ നമ്മൾ തിരിച്ചറിയും? അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മൾ ചിന്തിക്കാറേ ഇല്ല. നമ്മൾ വിചാരിക്കുന്നത് എന്തുവാ, നമ്മൾ ചില ജസ്റ്റിഫിക്കേണ്ട ഇന്നത് കൊണ്ട് ഇങ്ങനെ ചെയ്യുന്നതാണ്, ഇതാണ് യുക്തം, എനിക്ക് യുക്തി എന്ന് തോന്നുന്നത് ചെയ്യുന്നു. അത് വിവേകമാണെന്നില്ല. അപ്പം നമുക്ക് ഒരു ദിവസം വരുമ്പോഴേ ഓരോ ദേഷ്യത്തിലും ചിലപ്പോൾ ദേഷ്യം വരും. ഇതൊന്നും ഇല്ലാതെ കർമ്മങ്ങൾ ചെയ്യും. ചിലപ്പോൾ പെട്ടെന്ന് നമ്മൾ ദേഷ്യം വരും, ചിലപ്പോൾ പെട്ടെന്ന് സങ്കടം വരും, ചിലപ്പോൾ അസൂയ വരും.
ചിലപ്പോ ഇങ്ങനെ അത് ചില വികാരങ്ങൾ നമുക്ക് എല്ലാം വരുമ്പോഴോ പറഞ്ഞു ശരി. ആ വികാരം, എനിക്ക് ചില വികാരം ഉണ്ടാകുന്നു, പെട്ടെന്ന് ഒരു സംഗതി ഉണ്ടാവുന്നു. അപ്പൊ എന്റെ വികാരങ്ങൾ ആദ്യം ഇവോൾവ് ആവുന്നത്. ചിലപ്പോ എനിക്ക് ദേഷ്യം കയറും, ചിലപ്പോ എനിക്ക് ഭയങ്കര വിഷമം വരും, ചിലപ്പോ എനിക്ക് ഭയം വരും. ഭയം അതും ഒരു വികാരമാണ്, ഭയത്തിന്റെ ഫിയർ. അപ്പൊ ഇങ്ങനെ ചില വരുമ്പോഴേ നമ്മൾ എന്തെങ്കിലും പ്രവർത്തിച്ചേ പറ്റൂ. ആ സമയത്ത് അങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യും? ഈ ഒരു ബുദ്ധി എന്ന് പറയുമ്പോൾ ഒരു കർമ്മം ചെയ്യുന്നതിന്റെ പുറകിലുള്ള ചിന്തകളെ പറയുന്നതാണ് ബുദ്ധി. അപ്പം ഈ ചെയ്യുന്നത് വിവേകത്തിലായിരിക്കണം എന്ന് പറയും. പക്ഷെ നമ്മൾ നമുക്ക് ഈ എന്തുവാണ് ഞാൻ ചെയ്യുന്നത് വിവേകത്തിലാണോ ഇല്ലയോ നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. പക്ഷെ നമ്മൾ ചെയ്യും. ആ ബുദ്ധിയാ, ദാറ്റ് ഈസ് ഒരു കർമ്മം ചെയ്യുന്നതിന്റെ പുറകിലുള്ള ബുദ്ധി. പക്ഷെ അത് വിവേകത്തിലാണോ ഇല്ലയോ നമുക്ക് അപ്പം അറിയത്തില്ല. അപ്പം നമ്മൾ എന്തെങ്കിലും എനിക്ക് ചെയ്തേ പറ്റൂ, എനിക്ക് ദേഷ്യം വന്നു, ഒരാൾ വന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കി, എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം, ആ സമയത്ത് ഞാൻ എന്തെങ്കിലും പ്രവർത്തിച്ചേ, ഒരു കർമ്മം ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അങ്ങനെ ഒരു സാഹചര്യം, ഒരു കർമ്മത്തിന് ഞാൻ ചെയ്യാൻ ബാധ്യസ്ഥനാ, എനിക്ക് വന്നേക്കുന്നത് വികാരം എന്താ? ദേഷ്യമാണ്. അപ്പം ബുദ്ധി എന്തുവാ ചെയ്യുന്നത്? ഈ വികാരമായിട്ട് അലൈനാവും. എനിക്ക് ദേഷ്യ വികാരങ്ങളാണ് ഇരിക്കുന്നത്, ആ കർമ്മം ചെയ്യുന്നതിന്റെ ഒരു പുറകിൽ ഒരു ചിന്തയുണ്ട്. ആ ചിന്തയും ഈ വികാരവും വിചാരവും കൂടെ കൊലൂടാവും. അപ്പൊ നമ്മള് ദേഷ്യം വരുമ്പോൾ അതിനനുസരിച്ചുള്ള ഒരു തീരുമാനം എടുക്കും. ഈ ബുദ്ധി എന്താ? ഒരു കർമ്മം ചെയ്യുന്നതിന്റെ പുറകുള്ള ചിന്തകളെ പറയുന്നു. ഈ ദേഷ്യം വന്നിരിക്കുന്ന സമയത്ത് ഞാൻ ചിന്തിക്കുക, ദേഷ്യത്തിലായിരിക്കും ഞാൻ ചിന്തിക്കുന്നത്, ദേഷ്യഭാവത്തിൽ ഞാൻ ചിന്തിക്കുന്നു കർമ്മം ചെയ്യുന്ന. അപ്പം അതിനനുസരിച്ചുള്ള കർമ്മം ഞാൻ സെലക്ട് ചെയ്യോടെ. ഓക്കെ, ദേഷ്യം വന്നു, ഓക്കെ, നമുക്ക് ദേഷ്യം ഭാവത്തിലായിരിക്കാണ്, എന്തെങ്കിലും ചെയ്ത് അപ്പം ഞാൻ ഇങ്ങനെ ചെയ്യാം പറഞ്ഞുകൊണ്ട് എനിക്കൊരു തീരുമാനം വരുന്നു. ഒരു കർമ്മം ചെയ്യുന്നതിന്റെ പുറകിൽ ഒരു ബുദ്ധി. അപ്പൊ ഈ ബുദ്ധി വന്നേക്കുന്നത് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഈ ദേഷ്യ ചിന്തകളുണ്ട്. അപ്പൊ ഇതിന് ഞാൻ ഒരു കർമ്മം ചെയ്യുന്നു, കർമ്മം ചെയ്തെല്ലാം കഴിഞ്ഞു, കാരണം ആ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞു. അന്നെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ രാത്രി കടന്നുറങ്ങുമ്പോഴേ, ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാ, ഓർക്കണം. നമ്മൾ ഈ രാത്രി കടന്നുറങ്ങുമ്പോഴേ നമ്മൾ ഈ ഒരു സാക്ഷി ഭാവത്തിൽ ഇന്ന് പകൽ നടന്ന കാര്യങ്ങളെല്ലാം ചിന്തിക്കും ഇങ്ങനെ. അപ്പോൾ നമുക്ക് ഒരു വികാരങ്ങളും ഇല്ല, നമുക്ക് ഒരു ദേഷ്യവും ഇല്ല, ഒരു ഇതുമില്ല. നമ്മളിങ്ങനെ സ്വസ്ഥമായിട്ട് ആ സന്ദർഭം എല്ലാം മാറി. അത് കിടന്നുറങ്ങുമ്പോൾ ഇല്ല, നമ്മുടെ മുമ്പിൽ കൂടെ ഇങ്ങനെ സിനിമ പോകുന്ന പോലെ ഒരാൾ വന്നു എന്നെ ഇങ്ങനെ, ഈ നടന്ന കാര്യങ്ങൾ ആ സീക്വൻസ് ആയിട്ട് നമ്മളിങ്ങനെ ഓർക്കും. നമ്മൾ പറഞ്ഞതും നമ്മൾ ചെയ്തതും ഒക്കെ നമ്മളിങ്ങനെ നമ്മൾ ദൂരെ നിന്ന് കാണുന്ന പോലെ നമ്മൾ കാണും. അപ്പം നമുക്കൊരു ഇത് വരും, ഡയറക്ഷൻ. ഞാൻ ചെയ്ത് തെറ്റായിപ്പോയി, അല്ലെങ്കിൽ അങ്ങനെ കൂടുതൽ പറയണ്ടായിരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ ചെയ്യണ്ടായിരുന്നു, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യാതെ പോലും, അപ്പോൾ എനിക്ക് ചെയ്യണമായിരുന്നല്ലോ, അല്ലെങ്കിൽ അങ്ങനെ പറയണമായിരുന്നല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെ പറയണ്ടായിരുന്നല്ലോ, എന്തെങ്കിലും നമുക്ക് ഞാൻ ചെയ്തതിൻ്റെ ചെയ്ത്, അല്ലെങ്കിൽ ചിലപ്പോൾ ചെയ്ത് ശരിയാ, ഞാൻ കറക്റ്റായിട്ടാ ചെയ്തേ, അല്ലെങ്കിൽ തെറ്റായിട്ടാ ചെയ്തേ, നമുക്കൊരു ഡയറക്ഷൻ കിട്ടും. അപ്പം നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ച് അനലൈസ് ചെയ്യുമല്ല, നമ്മൾ ഇതിനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത്ര ഞാൻ പറഞ്ഞു പോയോ, അത് കൂടിപ്പോയല്ലോ, അല്ലെങ്കിൽ ഞാൻ കുറഞ്ഞു പോയല്ലോ, ഇങ്ങനെ ഒരു ചിന്ത നമുക്ക് എല്ലാവർക്കും അനുഭവത്തിലാണോ? നമ്മളത് ചിന്തിച്ച് നമ്മൾ ഈ സാക്ഷിഭാവത്തിൽ കണ്ടുകൊണ്ട് ഈ നടന്ന സംഭവങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞതിനെക്കുറിച്ചോ ചെയ്തതിനെക്കുറിച്ചോ ആലോചിക്കുമ്പോൾ അത് കൂടിപ്പോയി, കുറഞ്ഞു പോയി എന്നുള്ള ഒരു ഡയറക്ഷൻ നമുക്ക് വരും. ഈ ഡയറക്ഷൻ വരുന്ന എവിടുന്ന? നമ്മളതിനെ അനലൈസ് ചെയ്തതല്ല. ഈ വരുന്ന ഡയറക്ഷനാണ് വിവേകം, വിസ്ഡം. ചെയ്ത സമയം, പക്ഷെ അന്ന് എനിക്ക് ആ സമയത്ത് വന്നില്ല. എന്തുകൊണ്ട് വന്നില്ല? നമ്മൾ രാത്രി കടന്നപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ രാത്രി കടന്ന സമയത്ത് നമ്മളിൽ ഒരു വികാരങ്ങളും ഇല്ല, നമ്മളൊരു സാക്ഷി ഭാവത്തിലാണ് കാണുന്നത്. അതിനെയാ നമ്മൾ പറയുന്നത് മനസാക്ഷി കുത്ത്. എല്ലാവരും ഒരു മനസാക്ഷി കുത്തെന്ന് നമ്മൾ പറയുമല്ലോ. എന്നുവെച്ചാൽ നമ്മളിൽ തന്നെ ഒരു മനസാക്ഷിയുണ്ട്. നമ്മൾ സാക്ഷി ഭാവത്തിൽ രാത്രി കിടക്കുമ്പോൾ ഈ പകൽ നടന്ന കാര്യങ്ങളെ കുറിച്ച് നമ്മളിങ്ങനെ സീൻ ബൈ സീനായിട്ടും പറഞ്ഞ കാര്യങ്ങളും, അവർ പറഞ്ഞ കാര്യങ്ങളും, നമ്മൾ പറഞ്ഞ കാര്യങ്ങളും, അല്ലെങ്കിൽ നമ്മൾ ചെയ്ത കാര്യങ്ങളും അവർ ചെയ്ത കാര്യങ്ങളും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ചെയ്യണമായിരുന്നു, ചെയ്യണ്ടായിരുന്നു എന്നൊക്കെയുള്ള ഒരു ഡയറക്ഷൻ നമുക്ക് വരും. നമ്മൾ ശരിക്കും ചിന്തിച്ചെടുക്കുമല്ല അത്. അപ്പം നമുക്ക് ഒരു ഡയറക്ഷൻ വരുക. എനിക്ക് എന്തോ അപ്പം ഇത് തോന്നിയില്ല, നമുക്കൊരു അപ്പം എനിക്ക് തോന്നിയില്ലല്ലോ ഇത്. നമുക്കങ്ങനെ എല്ലാവർക്കും അനുഭവമുണ്ട്. ഇതാണ് വിവേകം. ഈ വിവേകം ആ സമയത്ത് വരണമായിരുന്നു, വന്നിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു. പക്ഷെ ആ സമയത്ത് വരത്തില്ല. അപ്പം ഈ വിവേകം എവിടുന്ന് വരുക? ഇത് നമ്മുടെ ഉള്ളിലുള്ള ഈശ്വര ചൈതന്യത്തിൽ നിന്നാണ് വിവേകം വരുന്നത്. നമ്മൾ അറിയുന്നില്ല. ഈ ഡയറക്ഷൻ എനിക്ക് കിട്ടുന്നത് ഇതിനെയാണ് വിവേകം, ഇന്റലിജൻസ്.
അത് ഇന്റലക്റ്റ് അല്ല. ഇന്റലക്റ്റ് എൻ്റെ വെറും ബുദ്ധിയാണ്. ഇന്റലിജൻസ് എന്ന് പറയുന്നത് വിവേകമാണ്. ആ ഇന്റലിജൻസ് വരുന്നത്, വിവേക ബുദ്ധി വരുന്നത് ഈ ഈശ്വര ചൈതന്യത്തിൽ. നമ്മളെല്ലാവരും ഈശ്വര ചൈതന്യത്തിലായിരിക്കുന്നേ. അതിൽ നിന്ന് വരുന്ന ഡയറക്ഷനാണ് അത്. അതുകൊണ്ടാണ് നമ്മൾ അത് മനസ്സിലൂടല്ലേ ആത്മ വരുന്നത്? ആ വിവേകം ഡയറക്ഷൻ വരുന്നത് നമ്മുടെ ഈ വരുന്ന എല്ലാം എൻ്റെ ഈ ഇതിൽ കൂടെ തന്നെ. അതിന് വേറൊരു വികാരം എൻറ്റിറ്റി ഇല്ല. മനസ്സും മനസ്സ്, ബുദ്ധി, അതെ ചിത്തം, വികാരം അഹങ്കാരത്തില് ഈ ബുദ്ധി എന്ന് പറയുന്നത് വിവേക ബുദ്ധിയാ. പക്ഷെ നമ്മൾ ആ വിവേക ബുദ്ധി എന്ന് പറയത്തില്ല, ഓർഡിനറി ബുദ്ധിയായിട്ട് പറയും. പക്ഷേ എപ്പോഴും അതുകൊണ്ടല്ലേ പഴമക്കാര് പറഞ്ഞേ എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. എന്തോ ഈ എടുത്തു ചാടി ചെയ്യുന്നത്? നമ്മൾ ചാടുന്ന കാര്യത്തിനെ കുറിച്ചാണോ? നമുക്ക് ഈ ദേഷ്യമോ വിഷമോ ഒക്കെ വരുമ്പോൾ ആ വികാര തള്ളിച്ചയിൽ നമ്മൾ പലതും ചെയ്തു കൂട്ടും. പിന്നെ നമ്മൾ പശ്ചാത്തപിക്കും. അപ്പൊ നമ്മൾ വികാരത്തിൽ ചെയ്യുക, വികാരത്തിലാണ് ആ ബുദ്ധി എൻ്റെ വികാരമായിട്ട് കൊലൂടായി. ഒരിക്കലും അങ്ങനെ ചെയ്തു. വികാരങ്ങൾ പ്രകടിപ്പിക്കാനുള്ളതാ, എക്സ്പ്രഷൻ ചെയ്യാനുള്ളതാ. എനിക്കൊരു വിഷമം വരുന്നു, ഞാൻ വിഷമിച്ച് ആ ഒരു എൻ്റെ മുഖത്ത് ആ എക്സ്പ്രഷൻ വരും. ഒരു മരണ വീട്ടിൽ നമ്മൾ പോകുന്നു, ഞാൻ അവിടെ പോയി ചിരിക്കാൻ പറ്റൂ? ഞാൻ അവിടെ ഒരു വിഷമഭാവം, നമ്മൾ ആ ഒരു ഭാവം, എൻ്റെ പ്രകടനം, എൻ്റെ മുഖത്തൂടെ പ്രകടനങ്ങൾ വേണം. എനിക്കുണ്ടാവുന്ന വിഷമങ്ങളും സന്തോഷവും എല്ലാം ഞാൻ പ്രകടിപ്പിക്കണം. അത് കർമ്മം ചെയ്യാനുള്ളതല്ല. കർമ്മം ചെയ്യുന്നത് ഞാൻ എൻ്റെ ബുദ്ധി വിവേകമായിട്ട്. അപ്പൊ എവിടുന്ന് വരും വിവേകം? വിവേകം നമുക്ക് എല്ലാവരിലും തുല്യമാണ്. പക്ഷെ ബുദ്ധി എല്ലാവരിലും ഡിഫറെന്റാ. ബുദ്ധി വെച്ചാൽ എൻ്റെ അനുഭവത്തിൽ നിന്നും ഞാൻ പഠിച്ചു കൂട്ടിയതും എൻ്റെ ഇൻഫർമേഷൻ നിന്ന് കിട്ടുന്ന ആ ബുദ്ധി. വിവേകം എല്ലാവരിലും ചൈതന്യം സെയിമാ. വിവേകം എല്ലാവരിലും സെയിമാ. പക്ഷേ അതിൻ്റെ അളവ് നമുക്ക് ഡിഫറൻസ് ആവുന്ന എന്തുകൊണ്ടാ? അവരവരുടെ വാസന മറ അതിനെ മറയ്ക്കുന്നു. എന്തുകൊണ്ടാണ് എനിക്ക് ആ സമയത്ത് എനിക്ക് ആ വിവേകം, ആ ഡയറക്ഷൻ വരാഞ്ഞത്? ഞാൻ വികാരത്തള്ളിച്ചിലിരുന്ന ഒന്നീ ദേഷ്യത്തിലേക്ക് എൻ്റെ ഈ വികാരം വരുന്ന എല്ലാം എൻ്റെ വാസനയെന്ന. എനിക്ക് ചിലത് ഇഷ്ടമല്ല, ചിലത് ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ഈ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സിൽ നിന്നാണ് എൻ്റെ എമോഷൻസ് എല്ലാം വരുന്നത്. ആ വികാരത്തിലിരിക്കുമ്പോൾ എനിക്ക് മറ്റേതിന് വിവേകത്തിന് ഡയറക്ഷൻ വരാൻ സ്പേസ് ഇല്ല അവിടെ. ഞാൻ വികാരത്തള്ളിച്ചതിലിരിക്കുമ്പോൾ എനിക്ക് ആ വിവേകം പ്രകടമാവത്തില്ല. ഞാൻ എൻ്റെ വികാരത്തിനെ അങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്യുക. മറ്റേതിന് വിവേകത്തിന് വരാൻ ഒരു പഴുതുമില്ല, ഒരു ചാൻസും ഇല്ല. അതേസമയത്ത് രാത്രി എന്തുകൊണ്ട്? അപ്പൊ എനിക്ക് വികാരത്തള്ളിച്ച ഇല്ല. വികാരങ്ങളെല്ലാം കെട്ടടങ്ങിയപ്പോൾ ഡയറക്ഷൻ കിട്ടുക. നീ ചെയ്ത് തെറ്റായിപ്പോയി, അല്ലെങ്കിൽ നീ ചെയ്തത് ശരിയാണ്, അല്ലെങ്കിൽ കുറഞ്ഞു പോയി, കൂടിപ്പോയി. നമുക്കൊരു ഡയറക്ഷൻ കിട്ടുന്നുണ്ട് നമ്മുടെ മനസാക്ഷിയിൽ നിന്ന്. അപ്പൊ നമ്മൾ എന്തുകൊണ്ട് നമ്മൾ ആ വികാരത്തള്ളിച്ചാൽ ഒന്നും ചെയ്യരുത്. എപ്പോഴും ഒരു പോസ് കൊടുക്കണം. ഞാനൊന്ന് ഓക്കെ, എന്താണ് സംഭവിച്ചത്? ഓക്കെ, നമ്മൾ ആ റിയാലിറ്റി നമ്മൾ ഇപ്പൊ നടന്നതിനെ നമ്മൾ ഉൾക്കൊള്ളണം. അപ്പൊ നമ്മുടെ വികാരങ്ങൾ പതുക്കെ സബ്സൈഡ് ആവും. സബ്സൈഡ് ആകുമ്പോൾ യു വിൽ ഗെറ്റ് ഡയറക്റ്റ് വിവേകം വരും അവിടെ. ഈ വിവേകം നമുക്ക്, ഞാൻ പറഞ്ഞില്ലയോ, നമ്മൾ വിവേകത്തിന് ഉണ്ടാക്കുകയല്ല. ഞാൻ എൻ്റെ വികാരത്തിനെ മാനേജ് ചെയ്യുമ്പോൾ വിവേകം പ്രകടമാവും. നമുക്ക് എല്ലാവർക്കും രാത്രിയിൽ സ്വസ്ഥമാവും, മനസ്സ് സ്വസ്ഥമാവുമ്പോൾ നമുക്ക് വിവേകം വരും. എല്ലാവരിലും ഉണ്ട് ഇത് എല്ലാവരിലും ചൈതന്യം തുല്യമാണ്. പക്ഷെ അതിൻ്റെ പ്രകടമാവുന്ന അളവ് എന്തുകൊണ്ട്? ഞാൻ ഓരോരുത്തരുടെ വാസനാമറ. ചിലർ ഭയങ്കര സ്റ്റബേൺ ആയിരിക്കും, അവരുടെ വാസനകൾ അല്ലാതെ ഒക്കത്തില്ല. ചിലങ്ങനല്ല, ഫ്ലെക്സിബിൾ ആയിരിക്കും. വാസനയുണ്ടെങ്കിലും ഓക്കെ, അഡ്ജസ്റ്റബിൾ. അവർക്കൊക്കെ അതാ പറഞ്ഞു, ഈ വാസനയുടെ ഇന്റൻസിറ്റി അനുസരിച്ചിരിക്കും വിവേകം വരുന്നതും വരാത്തതും. അപ്പൊ നമ്മൾ ഈ ബുദ്ധിയെയും വിവേകത്തിനെയും തിരിച്ചറിയണം. അതിനൊരു എക്സാമ്പിൾ പറയാം. ഞാൻ ഇതൊക്കെ എക്സാമ്പിളൊക്കെ നേരത്തെ പറഞ്ഞിട്ടുള്ളതാ. ഒരു ഓഫീസ് സെറ്റപ്പ് എന്ന് ആലോചിച്ച് നോക്കി. ഒരു ഓഫീസ് സെറ്റപ്പ്, ഒരു ഹെഡ് ഓഫീസ് ഉണ്ട്, പിന്നെ ബ്രാഞ്ച്, ഇങ്ങനെ ഓരോ ഡിവിഷൻ ബ്രാഞ്ചസ് ഉണ്ട്. ആ ഓരോരുത്തർക്കും ഓരോ ബ്രാഞ്ചിൽ നിന്നും ഓരോ ഇങ്ങനെ ഹെഡ് ഓഫീസിലോട് എഴുതി ചോദിക്കും, ഡയറക്ഷൻ ചോദിക്കും. നോർമലായിട്ടുള്ള ഇതാണല്ലോ. മെയിൻ ഓഫീസിൽ നിന്ന് താഴത്തെ ഓഫീസിൽ നിന്ന് ഈ എന്തെങ്കിലുമൊക്കെ അവർ ആക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹെഡ് ഓഫീസിലോട്ട് എഴുതി സാങ്ഷൻ വാങ്ങിക്കും. അപ്പം ഹെഡ് ഓഫീസിലോട്ട് ഒരു ഇത് വരുന്നു, റിക്വസ്റ്റ് വരുന്നു, ഇങ്ങനെ ചെയ്യാവോ ചെയ്യണ്ടായോ. ആ ലെറ്റർ വരുമ്പോഴേ ആ ഹെഡ് ഓഫീസിൽ എൻ്റെ സെറ്റപ്പ് എന്തുവാ? തപാൽ വരും, ഉരുപ്പടികളെല്ലാം രജിസ്റ്റർ എൻട്രി ചെയ്യും, എന്നിട്ട് ആ സെക്ഷൻ ക്ലർക്കിൻ്റെയൊക്കെ പോവും. ആ ക്ലർക്ക് എന്തോ ചെയ്യും? അതെല്ലാം നോക്കി പഠിച്ചിട്ട് ഏത് ഓഫീസർക്കാണ് ഈ ലെറ്റർ പോകേണ്ടത്, ആ ഓഫീസർക്ക് അത് ഫോർവേഡ് ചെയ്യും. ആ ഓഫീസറിലേക്ക് ചെന്നില്ല, ആ കൺസേൺഡ് ഓഫീസറിലേക്ക് ചെന്നു, ആ ഓഫീസർ അതെല്ലാം വായിച്ചു നോക്കി അതിനെന്താ വേണ്ടെന്നുള്ള ഡയറക്ഷൻ അതിനകത്ത് കൊടുക്കും. ആ ഡയറക്ഷൻ ക്ലർക്ക് തിരിച്ചും അതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. എങ്ങോട്ട്? തിരിച്ചൊരു ലെറ്ററായിട്ട് ആ ബ്രാഞ്ച് ഓഫീസിലോട്ട് പോകും. ഇതല്ലേ സ്വാഭാവികമായിട്ട് നടക്കുന്നത് അവിടെ? ഇതുപോലാണ് നമുക്കും.
ആ ഓഫീസ് സെറ്റപ്പിലെ ഒരു ബ്രാഞ്ച് ഓഫീസും ലെറ്റർ ഹെഡ് ഓഫീസിൽ വരുന്നു. ആ തപാലിൽ നിന്ന് ആ സെക്ഷൻ ക്ലാർക്കിൻ്റെ വന്നു. ആ സെക്ഷൻ ക്ലാർക്ക് അത് വായിച്ചു നോക്കുന്നു. ആ ഓഫീസ് അതിൻ്റെ കൺസേൺഡ് ഓഫീസർക്ക് അതിനെ പുട്ടപ്പ് ചെയ്യാതെ ആ ക്ലർക്ക് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യേ, അത് അങ്ങനെയൊക്കെ ചെയ്യും, ആ ക്ലർക്കിൻ്റെ ഒരു ഇതിൽ ഡയറക്ഷൻ എഴുതി ബ്രാഞ്ച് ഓഫീസിൽ അയക്കുക. ആ ക്ലർക്കിന് അതിനെക്കുറിച്ചുള്ള പൂർണ്ണ അറിവില്ല. ആ ക്ലർക്ക് എഴുതി വിട്ടാൽ ഇങ്ങനെ ഒരു ഓഫീസ് സെറ്റപ്പ് നടന്നാൽ എങ്ങനെ ഇരിക്കും? ആ കൺസേൺഡ് ഓഫീസർക്ക് പോകുന്നില്ല, ഈ ക്ലർക്ക് തന്നെ അങ്ങ് ഡയറക്ഷൻ കൊടുക്കുക. ഇങ്ങനെ ഒരു അത് പ്രോപ്പർ ആവുമോ? അവിടുത്തെ ആ സിസ്റ്റം തകരാറ് കുറെ ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് അത് ആ സിസ്റ്റം കൊളാപ്സ് ആവത്തില്ലേ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ പ്രവൃത്തിയും. നമ്മൾ വെളിയിൽ നിന്ന് ഒരു പ്രശ്നം വരുന്നു, ആ സബ്ജക്റ്റ് വന്നപ്പോഴേ ഓക്കെ, മനസ്സത് ബുദ്ധിക്ക് കൊടുക്കണം, ഇല്ലയോ? ഈ മനസ്സ് ഉടനെ ഈ മനസ്സെന്ത് ചെയ്യും? ബുദ്ധിക്ക് കൊടുക്കണം. ബുദ്ധി എന്ത് വേണം? വിവേകത്തിന് കൊടുക്കണം. ആ ബുദ്ധി എന്തോ ചെയ്യും? ഈ അവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ എഴുതും. ക്ലർക്കാരായി എൻ്റെ എമോഷൻസ് ആദ്യം എല്ലാം നമ്മുടെ ബോഡി ആദ്യം റിസീവ് ചെയ്യുന്ന എമോഷൻസ്, എൻ്റെ ബോഡി ലെവലിലോട്ട് ചേർന്നിരിക്കുന്ന ഈ എമോഷൻസ് ആദ്യമേ. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരും, സന്തോഷം വരും. പെട്ടെന്ന് നമുക്കൊരു ഒരു ഇൻസിഡന്റ് ഉണ്ടാകുമ്പോൾ നമുക്ക് എമോഷൻസ് ആദ്യം ഉണ്ടാവുന്നേ, പിന്നെയുള്ളു ബാക്കിയെല്ലാം വരുന്ന. ഫസ്റ്റ് എമോഷൻസാണ്. ഈ എല്ലാ ജീവജാലങ്ങൾക്കും എമോഷൻസാണ്. ഈ ഏത് അനിമൽസിനായാലും ആദ്യം എമോഷൻസാണ്. പക്ഷേ ആ അനിമൽസിനൊന്നും അത് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. മനുഷ്യന് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഒരു അനിമലിനെ അതിൻ്റെ എമോഷൻ വന്നു കഴിഞ്ഞാൽ ആ എമോഷൻ വെച്ചിട്ട് അത് ആക്ട് ചെയ്യും. മനുഷ്യൻ അങ്ങനെയല്ല. ആ എമോഷൻസ് വന്നു കഴിഞ്ഞാൽ ആ മനസ്സിൽ ഒരു ഇത് വരുന്നു, ദേഷ്യം. ഇത് ബുദ്ധി വിവേകത്തിന് വിടണം. വിവേകത്തിന് വിടാതെ ഈ എമോഷൻസുമായിട്ട് കൊല്ലൂടായി ആ ബുദ്ധി അങ്ങ് ഇങ്ങനെ ചെയ്യാൻ നമുക്ക് വിവേകത്തിലോട്ട് കൊടുക്കുന്നില്ല. വിവേകം കൊടുക്കണമെങ്കിലോ ഈ എമോഷൻസ് അവിടെ തടുക്കുക. ഈ എമോഷൻസിനെ സബ്സൈഡ് ആകാൻ ചെയ്യാൻ നോക്കണം. നമ്മൾ എന്തുവാ ചെയ്യുന്നേ? ഈ വിവേകത്തിന് കൊടുക്കാതെ ഡയറക്ഷൻ കൊടുക്കുക, ഇങ്ങനെ ചെയ്തു കൂട്ടുന്നു. ഈ എമോഷൻസ് എല്ലാം സബ്സൈഡ് ആകുമ്പോൾ പറയും, നീ ചെയ്ത് തെറ്റായി പോയില്ലയോടാ, ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? നമുക്ക് അപ്പം ആ വിവേകം അപ്പോഴാണ് ഇത് അറിയുന്നത്. ആ എമോഷൻസ് ഉള്ളപ്പോൾ ഈ വിവേകത്തിന് ഇത് പോകുന്നില്ല, ഇൻഫർമേഷൻ പോകുന്നില്ല. ഇതിനെ നമ്മൾ ശരിക്കും തിരിച്ചറിയണം. ലൈഫിൽ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ലൈഫ് ഇങ്ങനെ നമ്മുടെ ഈ ബുദ്ധി കാട്ടിക്കൂട്ടുന്ന പ്രശ്നങ്ങളാണ് നമുക്ക് ദുരിതങ്ങളായിട്ട് വരുന്നത്. ആ വിവേകത്തിൽ കൂടെ ചെയ്യുന്നവർക്ക് മിനിമം പ്രോബ്ലംസേ കാണത്തുള്ളൂ. ആ വിവേകമാണ്, വിത്ത് വാല്യൂസ് ആണ്. ക്ഷമ, പേഷ്യൻസ്, ടോളറൻസ്, ഇതെല്ലാം അതിനകത്ത് വരുന്നതാ. വാല്യൂ ബേസ്ഡ് കർമ്മമായിരിക്കും നമ്മൾ ചെയ്യുന്നത്. മറ്റേതോ നമ്മൾ ദേഷ്യത്തിലോ വിഷമത്തിലോ ഒക്കെ ചെയ്യുന്ന ഒരു വാല്യൂ ബേസ്ഡും അല്ലത്. അപ്പം തോന്നുന്നത് ചെയ്തു കൂട്ടുക. അതിൻ്റെ തിരിച്ചും നമ്മൾ ഒരു കള്ളം പറയുന്നിരിക്കട്ടെ, ആ കള്ളത്തിനെ നിലനിർത്താൻ നമ്മൾ എത്ര കള്ളം പറയേണ്ടി വരും? ഒരു ചെറിയ എക്സാമ്പിളാണ്. ഒരു കള്ളം പറയുന്നു, ആ കള്ളത്തിനെ നമ്മൾ അതുപോലെ നിലനിർത്തിക്കൊണ്ട് പോകണമെങ്കിൽ എത്ര സ്ട്രെയിനാ നമുക്ക്. ആദ്യമേ നമ്മൾ സത്യം പറഞ്ഞെങ്കിലോ നമുക്ക് അതിന് ഒരു പ്രശ്നവും ഇല്ല. കാരണം ഞാൻ ആദ്യം സത്യം പറഞ്ഞു കഴിഞ്ഞു, പിന്നെ എനിക്ക് സ്ട്രെയിൻ ഇല്ല, സ്ട്രെസ് ഇല്ല. ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞ അതിനനുസരിച്ച് എപ്പോഴും സൂക്ഷിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ ആ കള്ളം വെളിച്ചത്തായി പോകും. നമുക്ക് എന്തൊരു ടെൻഷനാ. അപ്പോൾ നമ്മൾ എപ്പോഴും വിവേകത്തിൽ ചെയ്യാൻ പഠിക്കുന്ന, എമോഷൻസിൽ ചെയ്യരുത്. അതാ പഴമക്കാർ പറഞ്ഞ് എടുത്തു ചാടി ചെയ്യരുത് പറയാൻ കാരണം ഇതാ. ഞാൻ എൻ്റെ വികാരത്തൊള്ളിച്ചയിൽ പലതും ചെയ്തു കൂട്ടും. ഈ വികാരം പ്രകടിപ്പിക്കാനുള്ളതാ, ഈ ബുദ്ധിക്ക് വേണ്ടിയുള്ളതല്ല ഈ വികാരം. ബുദ്ധി ഓക്കെ, എനിക്ക് ദേഷ്യം വരുന്നു, എനിക്ക് വിഷമം വരുന്നു. നമ്മുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡിനെ ഐഡന്റിഫൈ ചെയ്യണം. എൻ്റെ എമോഷൻസ് ഇപ്പോൾ വേണം. ഓക്കെ, നമ്മൾ അതിലെയോ അതിന് പല മാർഗങ്ങൾ പറയും. നമ്മൾ ദീർഘശ്വാസം എടുക്കുക, ശരിക്കും ശ്വാസം എടുക്കുക എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? എന്തിനാ? ഈ എമോഷൻസിനെ സബ്സൈഡ് ചെയ്യണം. നമുക്ക് വരുന്ന എമോഷൻസ്, പെട്ടെന്ന് എമോഷൻസ് ഉണ്ടാവും. നമുക്ക് ദേഷ്യം വരും, ഇറിറ്റേഷൻ വരും, അസൂയ വരും, വിഷമം വരും, സന്തോഷം വരും. ഇതിനെയൊക്കെ ബാലൻസ് ചെയ്യാൻ പഠിക്കണം. നമ്മൾ മിനിമൈസ് ചെയ്യാൻ പഠിക്കണം. ആ മിനിമൈസ് ചെയ്ത് അതാണ് ഒരു മനുഷ്യൻ്റെ. ഒരു മൃഗത്തിന് അതൊക്കത്തില്ല. പക്ഷെ നമ്മളെങ്ങനെ മൃഗത്തിൻ്റെ പെരുമാറുന്നേ, അതുപോലെ ജീവിക്കുന്നേ. നമ്മുടെ എമോഷൻസ് വരുന്നു, അതിനനുസരിച്ച് ഞാൻ ഓരോന്നും ചെയ്തു കൂട്ടുന്നു, ദുരിതങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഈ ബുദ്ധിയ വിവേകം, ഈ പറഞ്ഞില്ലയോ നമ്മുടെ ഈ ചിന്മുദ്രയുടെ കാര്യം,
ഈ വിരലിന്റെ വെച്ചിട്ട് ഈ മനസ്സ്, ചിത്തം, ബുദ്ധി, അഹങ്കാരം അറിയാമല്ലോ നിങ്ങൾക്ക്, നേരത്തെ പറഞ്ഞിട്ടുള്ളതാ. ഈ തള്ളവിരൽ എന്ന് പറഞ്ഞാൽ ഇതിനെയെല്ലാം നിലനിർത്തുന്നത് ഈ ചൈതന്യത്തിലാണ്. അപ്പോൾ ഈ അഹങ്കാര ബുദ്ധിയെ ചൈതന്യമായിട്ട് സമർപ്പണ ബുദ്ധിയിൽ വേണം നമ്മൾ ചെയ്യാൻ. കർമ്മത്തിൽ ചെയ്യുക വെച്ചാൽ ഞാൻ എൻ്റെ വികാരത്തിൽ ചെയ്യുന്നു. കർമ്മയോഗത്തിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഞാൻ വിവേകത്തിൽ ചെയ്യുന്നു. ഒരേ കാര്യം എനിക്ക് വികാരത്തിലും ചെയ്യാം, വിവേകത്തിലും ചെയ്യാം. അത് മനുഷ്യന് മാത്രമേ ഒക്കത്തുള്ളൂ. ഒരു മൃഗത്തിനും ഒരു ജീവജാലങ്ങൾക്കും അത് ഒക്കത്തില്ല. പക്ഷേ മനുഷ്യന് മാത്രമുള്ള ഒരു എബിലിറ്റി ആയത്. പക്ഷെ നമ്മളത് എക്സസൈസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. നമുക്കുണ്ടാവുന്ന എമോഷൻസ് വെച്ചിട്ട് നമ്മൾ അതിനെ ജസ്റ്റിഫൈ ചെയ്ത് നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾ വെച്ചിട്ടാണ് നമ്മളെല്ലാവരും ശരികളിൽ കൂടാ പോകുന്നത്. അവരവർക്ക് ഓരോ ശരിയുണ്ട്. എൻ്റെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും വെച്ചിട്ട് ഇത് ശരി, ഇത് തെറ്റ്, എൻ്റെ ശരികളിൽ കൂടെ പോകുന്നു. ഈ ശരി ധർമ്മമാവുന്നില്ല. ഈ ശരി എന്ന് പറഞ്ഞാൽ അഹന്താമ, എൻ്റെ ശരിയാ, എൻ്റെ ഇഷ്ടങ്ങളാ, എൻ്റെ അനിഷ്ടമാ, അതിനെ വെച്ചിട്ടുള്ളത് ധർമ്മമല്ല. ഇത് വന്നേക്കുന്നത് വാസനയിൽ നിന്നാണ്. ധർമ്മം വെച്ചാൽ ചൈതന്യം ബേസ്ഡ് ആണ്. എൻ്റെ ധർമ്മം എന്ന് പറഞ്ഞാൽ ചൈതന്യം ബേസ്ഡ് ആയിരിക്കണം എൻ്റെ പ്രവൃത്തികൾ. അതെന്തുകൊണ്ടാണ് ചൈതന്യത്തിനെ ബേസ് ചെയ്തായിരിക്കണേ? ആ ചൈതന്യമായി എന്നെ നിലനിർത്തുന്നത്, എന്നെ ഇരുത്തി സംസാരിപ്പിക്കുന്നതും നമ്മളെ കൊണ്ട് പ്രവൃത്തി ചെയ്യിപ്പിക്കുന്നതും എല്ലാ അനുഭവങ്ങളും ചെയ്യിപ്പിക്കുന്നത് ആ ചൈതന്യത്തിലാണ്. അല്ലാതെ എൻ്റെ ബുദ്ധിശക്തി, എൻ്റെ ബലം, എൻ്റെ വസ്തു, എൻ്റെ പൈസയുടെ ബലം, ഇതൊന്നുമല്ല. എൻ്റെ ആൾബലം, എനിക്കിത്ര ആൾബലമുണ്ട്, എൻ്റെ ശരീരത്തിന് നല്ല ആരോഗ്യമുണ്ട്, ആൾബലമുണ്ട്, എനിക്കിത്ര സ്ട്രെങ്ത്, സാമ്പത്തികമായിട്ട് ഇത്ര ഭദ്രതയുണ്ട്, ഇതൊന്നുമല്ല എന്നെ നിലനിർത്തുന്നത്. എന്നെ നിലനിർത്തുന്നത് എൻ്റെ ഉള്ളിലിരിക്കുന്ന ഈശ്വര ചൈതന്യം. അത് നമ്മൾ തിരിച്ചറിയുന്നില്ല. ആ ഈശ്വര ചൈതന്യത്തിൽ സമർപ്പണം ചെയ്യണം. നമ്മൾ അഹന്താമമതയിലായിരിക്കരുത്. ഈ അഹന്താമത പറഞ്ഞാൽ അത് അധർമ്മമാണ്. അധർമ്മം വെച്ചാൽ എന്തുവാ? എൻ്റെ കർമ്മഫലത്ത് വാസനയാണ്, ഇമ്പ്യൂരിറ്റിയാണത്. ആ ഇമ്പ്യൂരിറ്റി ബേസ് ചെയ്ത് എൻ്റെ കർമ്മങ്ങളായാലോ ഇമ്പ്യൂർ ആയിട്ട് വരും. തിരിച്ചും ഞാൻ കർമ്മഫലം കൂട്ടിക്കൊണ്ടിരിക്കും. അതേസമയത്ത് എൻ്റെ വാസനയെ വിട്ടിട്ട് ഇതാണ് ധർമ്മം, എന്നെ നിലനിർത്തുന്ന ശക്തി ഈ ഈശ്വരൻ, എന്നിലൊരു ഈശ്വരനുണ്ട്, വെളിയിലല്ല, എന്നിലിരിക്കുന്ന ഈശ്വരന്, അതിന് സമർപ്പണമായിട്ട് എല്ലാ കർമ്മങ്ങളും, അത് അഹന്താമമത ഇല്ലാതെ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും ധർമ്മമാണ്. ഗീത എങ്ങനെ പറയുന്നേ? ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രം ആരംഭിച്ച് മതർമമയിലാണ് നിൽക്കുന്നത്. മതർമമ, മമധർമ്മം. ഗീത പഠിപ്പിക്കുന്നത് എൻ്റെ ധർമ്മം എന്താ? എൻ്റെ ശരികളെ അല്ല. എൻ്റെ ശരി എന്ന് പറഞ്ഞ് എൻ്റെ വാസനയില്ല. അത് അഴുക്കാണ്, ഇമ്പ്യൂരിറ്റിയാ. എൻ്റെ നല്ല സദാചാരിയായിരിക്കും, പക്ഷെ അത് ഇമ്പ്യൂരിറ്റിയാ. ഞാൻ പറഞ്ഞല്ലോ, സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം, ഇത് മൂന്നും ഇമ്പ്യൂരിറ്റിയാ. പക്ഷെ സത്വഗുണത്തിൽ നമ്മൾ തമോ ഗുണത്തിൽ നിന്ന് രജോഗുണം സത്വഗുണം, ആ സത്വഗുണത്തിനെ അതിക്രമിക്കണം. എനിക്ക് സ്വസ്ഥത വേലിട്ട്. അതാ നമ്മുടെ വാസന എല്ലാം ഈ ത്രിഗുണത്തിൽ അധിഷ്ഠിതമാണ്. ഈ വാസന നിർമ്മാർജ്ജനം ചെയ്യിച്ചാൽ ടോട്ടലി സാധന അനുസരിച്ച് ഞാൻ വാസന നിർമുക്തനാവണം. അതിനെ പറഞ്ഞ് സമചിത്തത, ബാലൻസിങ് മൈൻഡ്. ആ ബാലൻസ്ഡ് മൈൻഡിനെ ഉള്ളൂ എനിക്ക് ഈശ്വരനോട്ട് പോകാൻ, സ്വസ്ഥതയിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പം ഇതാണ് നമ്മൾ ഈ ബുദ്ധിയെയും വിവേകത്തിനെയും തിരിച്ചറിയണം. അത് ഈ ധർമ്മം എന്താ? ഞാൻ ഈ ധർമ്മത്തിനെയും നമ്മൾ പറഞ്ഞില്ല, അഹന്താ മമതയില്ലാതെ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും ധർമ്മമാണ്. ഞാൻ എത്രയോ പ്രാവശ്യം പറഞ്ഞു, നമ്മൾ ഡെയിലി ചെയ്യുന്ന ഓരോ കാര്യത്തിലും ധർമ്മത്തിൻ്റെയും അധർമ്മത്തിൻ്റെയും രണ്ട് ആസ്പെക്റ്റ് ഉണ്ട്. നമ്മൾ അധർമ്മത്തിൻ്റെ വഴിയിലാണ് ചെയ്യുന്നത്, ധർമ്മത്തിൻ്റെ വഴി ചെയ്യാൻ പഠിക്കണം. അഹന്താ മമതയുണ്ട്. നമ്മൾ ചെയ്യുന്ന ഈ ഓരോ കർമ്മത്തിൻ്റെയും പുറകിൽ അഹന്താ മമത എന്നുള്ള ഫാക്ടർ ഉണ്ടോ നമ്മൾ തന്നെ അനലൈസ് ചെയ്യണം. അത് അധർമ്മമാണ്. ഞാൻ പറഞ്ഞിട്ടുള്ള രാവിലെ ഒരു കാപ്പി ഉണ്ടാക്കുന്നു, ദോശ ഇഡ്ഡലി ഉണ്ടാക്കുന്നു. നമുക്ക് ഈ ദോശ, ഞാൻ ഇത് നേരത്തെ പറഞ്ഞിട്ടുള്ളതാ, ഇത് നമുക്ക് ധർമ്മത്തിലും ദോശ ഉണ്ടാക്കാം, അധർമ്മത്തിലും ദോശ ഉണ്ടാക്കാം. കാരണം ഈ ദോശ ചുടുമ്പോൾ ഉള്ള ഭാവം എൻ്റെ അഹന്താമമതയിലാണെങ്കിൽ അത് അധർമ്മമാണ്. ഞാൻ ആ പ്രസന്റില് ഈ ദോശ ചുടുന്നു എന്നുള്ള കർമ്മത്തിൽ മാത്രം ഇരിക്കുവാണെങ്കിൽ അത് ധർമ്മമാണ്. ഈ സമർപ്പണ ബുദ്ധിയിൽ അവിടെ ആ ഭാവത്തിൽ ഒരു അഹന്താമതയുണ്ട്. എൻ്റെ കുക്കിംഗ് നല്ലതാണെന്ന് പറയുക, എല്ലാവർക്കും ഇഷ്ടപ്പെടണം, ഞാൻ ഏത് കർമ്മമാട്ടെ അതിൻ്റെ പുറകിൽ ഒരു ഞാൻ എൻ്റെ എന്നുള്ളൊരു ഫാക്ടർ ഉണ്ടെങ്കിൽ അത് അധർമ്മമാണ്. അല്ലാതെ ഒരാളെ അടിക്കുന്നതോ ചീത്ത പറയുന്നതോ മാത്രമല്ല അധർമ്മം. അതുകൊണ്ടാണ് നമ്മൾ ഈ ഗീത ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ വലിയ വലിയ കാര്യങ്ങൾ വരുമ്പോൾ മാത്രമേ ഇത് അറിയത്തുള്ളൂ. ചെറിയ ചെറിയ കാര്യത്തിൽ നമ്മൾ ഇന്നും ഐഡന്റിഫൈ ചെയ്യത്തില്ല. നമ്മുടെ എല്ലാ ധർമ്മങ്ങളും പതുക്കെ ഈ ഗീത ഉൾക്കൊണ്ടാൽ നമ്മുടെ ഉള്ളിൽ ട്രാൻസ്ഫോർമേഷൻ നടക്കും. എൻ്റെ കർമ്മങ്ങളെ എനിക്ക് റിഫൈൻ ചെയ്യാൻ പറ്റും. പ്യൂരിഫിക്കേഷൻ, അതിനാ പ്യൂരിഫിക്കേഷൻ.
ധർമ്മത്തിന് ഞാനൊരു കഥ പറഞ്ഞിട്ടുണ്ട്. ഓർക്കുന്നുണ്ടോ ആരെങ്കിലും ചപ്പാത്തിയുടെ ഒരു കഥ? ചപ്പാത്തി. ചപ്പാത്തിയുടെ കഥ ആ അല്ലേ? ആ ചപ്പാത്തിയിലെ എല്ലാവർക്കും അറിയാമെന്ന് തോന്നില്ലയോ ആ ചപ്പാത്തിയുടെ കട? അശ്വതിക്ക് അറിയത്തില്ലെന്ന് തോന്നില്ലേ? ലതകുഞ്ഞമ്മയ്ക്ക് അറിയാം. ചന്ദ്രലേക്ക് അറിയാമോ? എനിക്കറിയില്ല സാറേ. അറിയത്തില്ല. അശ്വതി. നമുക്ക് ആ കഥയിൽ നിന്ന് നമുക്ക് ധർമ്മം ഏതാണ് അധർമ്മം ഏതാണെന്ന് മനസ്സിലാക്കാം. ഇപ്പൊ ഇതിന് സമയമില്ല. ഇപ്പൊ അത് നമ്മളിങ്ങനെ ഇപ്പൊ ഇത് 4ാമത്തെ ക്ലാസ്സാണ് ബേസിക്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ പറഞ്ഞതൊക്കെ ഇതൊക്കെ ഞാൻ പറയാത്ത കാര്യമല്ല, ഇതൊക്കെ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ ഇപ്പോഴും നേരത്തെ പറഞ്ഞിട്ടുള്ളതെന്ന് ഓർക്കുന്നുണ്ടോ ആരെങ്കിലും? മഞ്ജു ഓർക്കുന്നുണ്ടോ? ലതകുഞ്ഞും ഓർക്കുന്നുണ്ടോ? പറഞ്ഞ ഇതൊക്കെ ലതകുഞ്ഞും ഉണ്ട് ഓർക്കുന്നുണ്ടോ? ഉണ്ട്. ലേഖ ചേച്ചിയോ? ചന്ദ്രലേഖ ഉണ്ട്. ഇതൊക്കെ പറഞ്ഞായിട്ട് ഓർക്കുന്നുണ്ടോ? ഉണ്ട് ഉണ്ട്. ലേഖ ചേച്ചിക്ക് ഓർമ്മയുണ്ടോ? ഉണ്ട്, ഓർമ്മയുണ്ട്. പക്ഷെ ഓരോ പ്രാവശ്യം പറയുമ്പോഴും വ്യത്യസ്തതയുണ്ട്. എങ്ങനെയാ വ്യത്യസ്തത? എവിടെ ഒരു വ്യത്യസ്തമായിട്ട് പറഞ്ഞേക്കുന്നേ? ഓരോ പ്രാവശ്യം കേൾക്കുമ്പോഴും ആദ്യമായിട്ട് കേൾക്കുന്ന പോലെ തോന്നുന്നു. അതെന്താന്നറിയില്ല. തോന്നുന്നു അത് തന്നെ. ഞാൻ ഓരോ വ്യ- പ്രാവശ്യം കേൾക്കുമ്പോഴേ ഞാൻ വ്യത്യസ്തമായിട്ട് പറയുന്നുണ്ടാന്നോ അത്? വ്യത്യസ്തമായിട്ട് പറയുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ആദ്യം പറഞ്ഞ അതുപോലെ അല്ല, പിന്നെ രണ്ടാമത് പറയുമ്പോ കുറച്ചൊക്കെ ഒരു വ്യത്യാസമുണ്ട്. അതെങ്ങനെ? എന്നുവെച്ചാ ആ വ്യത്യസ്തത നമുക്ക് അന്നേരം പറഞ്ഞതല്ലല്ലോ ഇപ്പൊ പറയുന്നത് എന്ന് നമുക്കൊരു തോന്നൽ. പക്ഷെ പറയുന്നത് ഒന്ന് തന്നെ, ഒരു കാര്യം തന്നെയാണ് പറയുന്നത്. പക്ഷെ അതൊരു വ്യത്യസ്തമായ മൂന്നാമത് പറയുമ്പോ കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ട് പറയുന്നതായിട്ട് നമുക്ക്, കാരണം നമ്മള് ഓർക്കാത്തത് കൊണ്ടാണ്. പോയാ അങ്ങനെ വ്യത്യസ്ത ഒരേ കാര്യം തന്നെ പറയുന്നു, പക്ഷെ ഒരേ സെന്റൻസ് പറയാൻ പറ്റത്തില്ലല്ലോ നമ്മളിങ്ങനെ അത്. അല്ല, അതല്ല, ആ വേറെ